myself, Davis Tom, and joining me today here is myself, Ashik Company. today we will be doing the second part of contract basically. The second element is what are the 10 essentials that comprise legal enforceability? സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോൺട്രാക്ട് എന്താണെന്നും അതിന്റെ ബേസിക് കമ്പോണൻസ് എന്താണെന്ന് കണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ കാണുന്നത് ആ കോൺട്രാക്ടിനെ ലീഗലി ബൈൻഡിങ് ആയ കോൺട്രാക്ട് ആകുന്നത് എന്ത് കമ്പോണൻസ് ഉണ്ടെങ്കിലാണ് ലീഗലി ബൈൻഡിങ് ആകുന്നത്. 10 എസെൻഷ്യൽസ് ഉണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ 5 കവർ ചെയ്യുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള 5 കവർ ചെയ്യുന്നതായിരിക്കും. ഒരു കോൺട്രാക്റ്റിനകത്ത് ഈ 5 കമ്പോണൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു കോൺട്രാക്റ്റ് ആകത്തുള്ളൂ. സോ ഇതില് നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എഗ്രിമെന്റ് ലീഗലി ബൈൻഡ് ചെയ്ത ശേഷം മാത്രമേ അത് കോൺട്രാക്ട് ആവുള്ളൂ. അല്ലാതെ രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ ഒരു ജോബ് ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അതൊരു കോൺട്രാക്ട് എന്നാവില്ല. അതിനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും, ലീഗലി പ്രൂവ് ചെയ്യാൻ പറ്റും, ഒരു പ്രൂഫ് ഉണ്ടായിരുന്നു. അപ്പം ഒരു എഗ്രിമെന്റിനെ ലീഗലി പ്രൂവ് ചെയ്യുന്നതിന് ഈ 10 എസെൻഷ്യൽസ് ആണ് ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് എസെൻഷ്യൽ എന്ന് പറയുന്നത് എഗ്രിമെന്റ് ആണ്. സ്വാഭാവികമായിട്ടും ഓൾറെഡി നമ്മൾ പറഞ്ഞാൽ കോൺട്രാക്ടിന് 2 കമ്പോണൻസ്, ഒരു കമ്പോണന്റ് ആണ് അഗ്രിമെന്റും ലീഗൽ എൻഫോഴ്സിബിലിറ്റി. അതിൻ്റെ അത് ഫസ്റ്റ് എലമെന്റ് അഗ്രിമെന്റും ഒരു എസെൻഷ്യലിന്റെ പാർട്ടാണ്. Agreement is fundamental to a contract. When only one person makes a valid proposal and the other person accepts it, we can say that there is an agreement. സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബുക്കിന്റെ എക്സാമ്പിൾ എടുക്കുകയാണല്ലോ, ഡേവിസ് ഞാൻ ഈ ബുക്ക് നിന്റെ മേടിക്കാം, 20 തലയും കൂടി ചെയ്യാം, ഞാൻ ഇല്ല പറ്റില്ല എന്ന് പറയുവാണെങ്കിൽ കഴിയും, അവിടെ ഒരു അഗ്രിമെന്റ് ഇല്ല. അതേസമയം നോക്കി ആശിക്കാൻ നീ എനിക്ക് 20 ബുക്ക് വന്നേക്കാൻ പറയുവാണെങ്കിൽ അവിടെ ഒരു അഗ്രിമെന്റ്. അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് കൺസെൻസസ് അറ്റ്. അത് ഒരു ലാറ്റിൻ വേർഡാണ്. നമ്മൾ ബേസിക്കലി ഇംഗ്ലീഷ് ലോ ഒക്കെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഈ വേർഡ് നമുക്ക് ഇംഗ്ലീഷ് ലോയിൽ കിട്ടിയതാണ്. ഇത് നമ്മൾ ഫോളോ ചെയ്യുന്നു. ഈ എസെൻഷ്യൽ എന്ന് പറയുന്നത് മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് അർത്ഥം വരുന്നത്. അപ്പം ഈ എസെൻഷ്യൽ എന്ന് പറയുന്നത് 2 പാർട്ടീസ് ഉണ്ടാകും. ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കും, ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്നു, അത് ഫോളോ അതിന്റെ ഒബ്ലിഗേഷൻസും എനിക്ക് തന്നെ, അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. 2 പാർട്ടീസ് എ പി, അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഡേവിസ്, അങ്ങനെ 2 പാർട്ടീസ് ഉണ്ടാവും. മീറ്റിംഗ് ഓഫ് ഹാൻഡ്സ്, 2 ഹാൻഡ്സ് മീറ്റ് ചെയ്യുന്ന രീതിക്കായിരിക്കണം നമ്മളൊരു എഗ്രിമെന്റ് ഉണ്ടാക്കേണ്ടത്. ആ എഗ്രിമെന്റ് അങ്ങനെ ഉണ്ടാക്കിയാൽ മാത്രമേ അത് പിന്നെ നമുക്ക് ലീഗലി ബൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇപ്പം എക്സാമ്പിളിന് ഈ ബോർഡിന്റെ കേസ് ഇവിടെ ഇരിക്കുന്ന 2 ചെടി പോലത്തെ സംഭവമുണ്ട്. ഇപ്പൊ ആശുപത്രി അതിന്റെ ഡേവിസ് ആ ബോർഡിനടിയിരിക്കുന്ന സാധനം ഞാൻ 20 രൂപയ്ക്ക് നിന്റെ കയ്യിൽ മേടിക്കാന്ന്. ബോർഡിനടിയിരിക്കുന്ന സാധനം സ്പെസിഫിക് അല്ല, ബോർഡിനടിയിരിക്കുന്ന സാധനം ആയിരുന്നു പറയുമ്പോൾ വേണം ഈ ചിലപ്പോൾ സംഭവിക്കാം. ചിലപ്പോൾ ഈ ചെടിച്ചട്ടി ആയിരിക്കാം ആശിക്ക് ഉദ്ദേശിച്ചത്, ആ ചെടിച്ചട്ടി അവൻ 20 രൂപയ്ക്ക് എടുക്കാമെന്ന് പറയും. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ആ ചിലപ്പയുടെ സംഭവം ആശിക്ക് 20 രൂപയ്ക്ക് എടുക്കാന്നായിരിക്കും. ഇവിടെ മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് ഇല്ല. നമ്മൾ വെച്ചിരിക്കുന്ന ടെർമിനോളജി വളരെ വേഗമാണ്, ഓപ്പണാണ്. അപ്പോൾ കൺസെൻസസ് ഓഫ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോൺട്രാക്റ്റിനകത്തുള്ള ടേംസ് പ്രിസൈസ് ആയിട്ട് എന്താണ് ഒരു പാർട്ടി ഉദ്ദേശിക്കുന്നത്, മറ്റേ പാർട്ടിക്കും അത് മനസ്സിലാകാം എന്നതാണ് നമ്മുടെ സെക്കൻഡ് എസെൻഷ്യൽ. തേർഡ് എസെൻഷ്യൽ എന്ന് പറയുന്നത് ലോഫുൾ കൺസിഡറേഷൻ. ലോഫുൾ കൺസിഡറേഷൻ പറയുമ്പോൾ തന്നെ ഡെഫിനേഷൻ വായിക്കാം. Consideration means something in return. Consideration has been defined as the price paid by one party for the promise of the other. ഇപ്പോൾ ലോഫുൾ കൺസിഡറേഷൻ പറയുമ്പോഴത്തേനും നമ്മൾ നേരത്തെ സ്ക്രിപ്റ്റ് ഒന്ന് തിരിക്കുകയാണ്. ആശിക്ക് നിനക്ക് ഞാൻ ബുക്ക് തരാം, 20 രൂപ തന്നേക്കാം. ഇവിടെ ആശിക്കിന്റെ ലോഫുൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത് എനിക്ക് 20 രൂപ തരിക എന്നുള്ളതാണ്. എൻ്റെ ലോഫുൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത് ആശിക്കിന് ബുക്ക് കൊടുക്കുക എന്നുള്ളതാണ്. An agreement is legally enforceable only if one party gives something in return for the other person's promise. An agreement without consideration is void from the very beginning. അതായത് ഇപ്പോൾ എക്സാമ്പിളിന് ഇവനെനിക്ക് പൈസ തരുക, അല്ലെങ്കിൽ ഞാനൊരു ബുക്ക് മാത്രം കൊടുക്കുക. ഇവിടെ എന്താണ് ഇത് ശരിക്കും കോൺട്രാക്ട് ആണ്, ഒരു വസ്തു അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതേ. അപ്പോൾ അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടികൾ തമ്മിൽ എന്താ പറയുക, എന്തെങ്കിലും ഓബ്ലിഗേഷൻ 2 സൈഡിലാണ്. കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഈസ് വാട്ട് ഗിവൺ ഇൻ റിട്ടേൺ ടു എ പ്രോമിസ്. ഇപ്പൊ ഞാനൊരു പ്രോമിസ് ഡേവിസിന് കൊടുത്തു, ഞാൻ പൈസ തരാം എന്ന് ഞാൻ ഡേവിസിന് ഒരു പ്രോമിസ് കൊടുത്തു കഴിഞ്ഞാൽ ഡേവിസ് എനിക്ക് അതിന് പകരമായിട്ട് തരുന്ന കൺസിഡറേഷൻ ആണ് ആ ബുക്ക്. അപ്പം അതാണ് ലീഗൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ലോഫുൾ കൺസിഡറേഷൻ, അതായത് ഞാൻ ഡേവിസിന് ഒരു കാര്യം ഓഫർ ചെയ്യുമ്പോൾ ഡേവിസ് എന്തെങ്കിലും എനിക്ക് തിരിച്ച് ഓഫർ ചെയ്യണം, തിരിച്ചൊരു കൺസിഡറേഷൻ പോലെ ഓഫർ ചെയ്യണം. അതാണ് തേർഡ് എസെൻഷ്യൽ പറയുന്നത്. ഇനി ഫോർത്ത് എസെൻഷ്യൽ എന്ന് പറയുന്നത് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ 2 പാർട്ടീസ് ഉണ്ടാവും. എ ബി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ 2 പാർട്ടീസ് ഉണ്ടാവും. ഈ 2 പാർട്ടീസിനും ആ വേർഡ് പറയുന്ന പോലെ തന്നെ കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ അവര് മച്ചുവേർഡ് ആയിരിക്കണം, മൈനർ ആയിരിക്കണം, 18 വയസ്സിന് താഴെ ലീഗൽ ഏജ് ഓഫ് കൺസെന്റ്, അതായത് 18 നമ്മുടെ ലീഗൽ ഏജ് ഓഫ് കൺസെന്റ്. അതിന് മണ്ടേ ഉള്ളവർക്ക് കോൺട്രാക്റ്റിനകത്ത് ലീഗലി കയറാൻ പറ്റുള്ളൂ.
ഇപ്പൊ ഒരു ചെറിയൊരു കൊച്ചിനോട് ഓക്കെ നിന്റെ കിഡ്നി എനിക്ക് തരാമോ, ഞാൻ ഒരു മുട്ടായി തരാമെന്ന് പറയുമോ? കൊച്ചിന് അറിയത്തില്ല അതിന്റെ കോൺസിക്വൻസ് എന്താണ്. ഒരു കിഡ്നി ഇല്ലാതിരിക്കുമ്പോൾ അല്ല ആ ഓപ്പറേഷൻ എന്താണ്, എങ്ങനെയാണ് കിഡ്നി എടുക്കുന്നത്, ഇതിനെപ്പറ്റി ആ കൊച്ചു അറിയാറില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു കോൺട്രാക്റ്റിനകത്ത് ഒരു കൊച്ചിനെ കയറാൻ പറ്റില്ല. അത് മാത്രമല്ല ഓർഗൻ വെച്ചുള്ള കോൺട്രാക്ട് ഒന്നും ഇല്ല, ഞാൻ എക്സാമ്പിളിന് പറഞ്ഞത് മാത്രം. അതേപോലെ സാറ് ക്ലാസ്സിൽ ഒരു കേസ് പറഞ്ഞായിരുന്നു, ഒരു പെൺകുട്ടിയുടെ അച്ഛൻ ആ പെൺകുട്ടിയുടെ കല്യാണം നടത്താൻ വേണ്ടി ഒരു ഇതുകൂട്ട് ഓഫർ ചെയ്യുന്നത്. ആരാണോ കല്യാണം കഴിക്കാൻ പറ്റുന്നത് അദ്ദേഹത്തിന് ഇത്ര പൗണ്ട് സ്വർണം ഞാൻ ഡൗറി പോലെ ആ ഒരു രീതിക്ക് കൊടുക്കും എന്ന് ഓഫർ ചെയ്തപ്പോൾ ഒരാൾ ആ ഓപ്പർച്യൂണിറ്റി അന്നേരം ഗ്രാബ് ചെയ്ത് വന്നു, ആ പെൺകുട്ടിയെ ഇഷ്ടത്തിലായി കല്യാണം കഴിച്ചു. അതിനുശേഷം ആ പുള്ളി ആ ഫാദർ ഇൻ ലോയോട് ചോദിച്ചു, എനിക്ക് ആ നിങ്ങൾ നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്ന ആ ഒരു എമൗണ്ട് ഓഫ് ഗോൾഡ് തിരിച്ചു തന്നു. ആ ഓഫർ മേക്ക് ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് ആ ഒരു ഫാദർ ഇൻ ലോ നല്ലപോലെ ഡ്രങ്കായി. അതും ഈ ഒരു കേസിൽ നമുക്ക് പറയാം. അയാൾക്കൊരു എഗ്രിമെന്റിൽ ഏർപ്പെടാൻ അന്നേരത്തെ ഒരു സിറ്റുവേഷൻ അയാളെ സമ്മതിക്കുന്നില്ല. എന്നിട്ടും അത് ഒരു കേസ് പോലെ ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ കോടതി പറഞ്ഞത് ഈ ഒരു എസെൻഷ്യൽ റേസ് ചെയ്താണ്. കോടതി നിയമം ഇറക്കി ഫാദർ ഇൻ ലോ ആ ഒരു ഗോൾഡ് കൊടുക്കേണ്ട ആവശ്യമില്ല, പുള്ളി അന്നേരം എഗ്രിമെന്റിൽ ഏർപ്പെടേണ്ട ഒരു സിറ്റുവേഷനിലല്ലായിരുന്നു. അതാണ് ഈ കപ്പാസിറ്റി ഓഫ് പാർട്ടീസിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് സാനിറ്റി ഓഫ് മൈൻഡ് ഇല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ലഹരി പുലർത്താൻ കാരണം അയാളുടെ മാനസിക അവസ്ഥ വ്യക്തമായിട്ട് കോൺസിക്വൻസും പറഞ്ഞിരിക്കുന്ന ഇരിക്കുന്ന എൻവയൺമെന്റ് മനസ്സിലാക്കാൻ പറ്റിയില്ല, അയാൾ ഒരിക്കലും ഒരു കോൺട്രാക്റ്റിനകത്ത് കയറാൻ എലിജിബിൾ അല്ല. അത് മാത്രമല്ല ഇപ്പം ഇത്ര വയസ്സ് കഴിഞ്ഞാൽ പോലും ഇപ്പം ഡൗൺ സിൻഡ്രോം ഉള്ളവർക്ക് അല്ലെ എന്തെങ്കിലും മെന്റലി ഇച്ചിരി ഹാൻഡിക്യാപ്ഡ് ഉള്ള ആൾക്കാർക്കൊന്നും ലീഗലി കോൺട്രാക്റ്റിനകത്ത് കയറാൻ പറ്റില്ല. അത് മാത്രമല്ല സാർ പറയുന്നത് ചിലർക്ക് ഒന്നും ചെയ്താൽ കോൺട്രാക്റ്റിനകത്ത് കയറാൻ പറ്റില്ല. ഇൻഡിവിജ്വൽസ് ഉണ്ട്. അതായത് ഇതില് ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ, നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ 2 എഗ്രിമെന്റ്സ് ഉണ്ടാവും. ഈ എഗ്രിമെന്റ്സിന്റെ എല്ലാ ടേംസും അതേപോലെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ മാത്രമേ ആ എഗ്രിമെന്റ് കോൺട്രാക്റ്റിൽ കയറാൻ പാടുള്ളൂ. എനിക്ക് ഡേവിസ് പറയുന്നതൊന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഡേവിസിന്റെ ഭാഷയോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഡേവിസായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടോണ്ട് അതിൽ ഒരു കാര്യമില്ല. ഞങ്ങൾക്ക് 2 പേർക്കും ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. 5th എലമെന്റ് എന്ന് പറയുന്നത് ഫ്രീ കൺസെന്റ് ആണ്. അതായത് ബുക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലീഗലി നോക്കുവാണെങ്കിൽ ഞാൻ കൺസെന്റ് ചെയ്തു. പക്ഷെ അതൊരു പക്ഷേ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സുഹൃത്ത് എന്നെ വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞിട്ടാണല്ലോ, അല്ലെ എന്തെങ്കിലും ഒരു ഭീഷണിയോ എന്തെങ്കിലും ഒരു ത്രെറ്റ് അവിടെ ഉള്ള അത് കാരണം മാത്രമാണ് ഞാൻ ബുക്ക് കൊടുക്കാൻ റെഡി ആയിരുന്നുണ്ടെങ്കിൽ അപ്പൊ അത് ഫ്രീ കൺസെന്റ് അല്ല. കാരണം എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, വേറെ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഉള്ളതാണ് ഞാൻ ഈ ബുക്ക് കൊടുക്കാൻ കൺസെന്റ് കൊടുത്തത്. അല്ലെ സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു സാറ് ഒരു സ്റ്റുഡന്റ് തമ്മിൽ ഒരു ബുക്ക് വിൽക്കുക, അവര് സ്റ്റുഡന്റ് ബുക്ക് വിൽക്കണമെന്നില്ല. സാറ് പറയാം ഒരു അതോറിറ്റിയാണ്. അപ്പം ഒരു ഹയർ അതോറിറ്റി ഒരാളെ കൊണ്ട് എക്സ്പ്ലോയിറ്റ് ചെയ്ത് അയാളെ പറഞ്ഞ വാക്കുകൾ സെം എക്സാമൊക്കെ വരുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ, അതായത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, മാർക്കിന്റെ കാര്യത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അവിടെ ഒരു ത്രെറ്റ് ഉണ്ട്. ഫ്രീ കൺസെന്റ് എന്ന് വെച്ചാൽ ഒരു ത്രെറ്റും ഇല്ല, ഒന്നുമില്ല. അതായത് നമുക്ക് സ്വയം തോന്നും, അതായത് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ പോവാണ്, അത് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്, എന്നെ ആരും കമ്പനി ചെയ്തല്ല. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് ഫ്രീ കൺസെന്റ് ആയിട്ട് കൂട്ടാൻ പറ്റും. ഇപ്പൊ അതിനകത്ത് കറക്റ്റ് ടെർമിനോളജി വായിക്കുകയാണെങ്കിൽ ഒന്നാമത്തേത് പറയുന്നത് കോവേഷന്, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, മിസ്റെപ്രസെന്റേഷൻ, ഫ്രോഡ് ഓർ മിസ്റ്റേക്ക്. ഇപ്പം മിസ്റ്റേക്കിന്റെ കേസ് പറയുവാണെങ്കിൽ സാർ പറഞ്ഞാൽ ഞാനും ആശിക്ക് ഒരു ബസ്സിൽ കയറുക, ആശിക്ക് ഫ്രണ്ടിലും കയറി ഞാൻ പുറകിലും കയറി. ഞാൻ ഓർത്തു ആശിക്കിന്റെ എന്റെ ടിക്കറ്റ് ഞാൻ തന്നെ കവർ ചെയ്യുന്നു, ആശിക്ക് ഓർത്തു ആശിക്കിന്റെ ഞങ്ങൾ 2 പേരും ടിക്കറ്റ് അവൻ കവർ ചെയ്യണം. മൊത്തം ഞങ്ങൾ 4 ടിക്കറ്റിനുള്ള പൈസ കണ്ടക്ടറിന് കൊടുത്തു. അപ്പൊ ആ കേസിൽ കണ്ടക്ടറിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ 4 ടിക്കറ്റിനുള്ള പൈസ 2 പേര് തന്നുള്ളത്. പക്ഷെ അവിടെ ശരിക്കും മിസ്റ്റേക്ക് ആണ് വന്നിരിക്കുന്നത്. ആ ടിക്കറ്റിന് വേണ്ടി പൈസ കൊടുത്ത് ഞാൻ കൺസെന്റ് ചെയ്തില്ല, ആശിക്ക് കൊടുക്കുന്നറിയാൻ ഞാൻ ഒരിക്കലും പൈസ കൊടുത്തിട്ടായിരുന്നു. അവിടെ ഒരു മിസ്റ്റേക്ക് ആണ് നടത്തിയിരുന്നത്. അതുകൊണ്ട് ആ ടിക്കറ്റിന്റെ പൈസ ഒന്ന് എനിക്ക് തിരിച്ചു തരണം, അല്ലെ ആശിക്കിന് ആ കണ്ടക്ടർ തിരിച്ചു കൊടുക്കണം. പിന്നെ മിസ്റെപ്രസെന്റേഷൻ, അതായത് പറഞ്ഞ വാക്കുകൾ തമ്മിൽ വാക്ക് വളച്ചൊടിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഉദ്ദേശിച്ചത് അതാണ് എന്ന് മറ്റൊരാളെ കൂടി ചിന്തിച്ച് അയാളത് ചിന്തിച്ച ശേഷം മാത്രം ചിലപ്പം അങ്ങനെയായിരിക്കും ചിലപ്പോൾ കൺസെന്റ് തരുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു വീടൊക്കെ പെയിന്റ് അടിക്കാൻ ഒരു കോൺട്രാക്ട് ഏർപ്പെടുകയും ചെയ്യും. പെയിന്റ് അടിക്കാൻ അയാളോട് വീടിന്റെ ഒരു സൈഡ് മാത്രമേ നമ്മൾ പെയിന്റ് അടിക്കാൻ പറയുന്നുള്ളൂ. പക്ഷെ നമ്മൾ അയാൾ അറിയാതെ ഈ എഗ്രിമെന്റ് ടേംസിലൊക്കെ വീട് മൊത്തം പെയിന്റ് അടിക്കുന്ന പണിയെ കൊടുക്കുന്നതായിരിക്കും. പുള്ളിയോട് നമ്മൾ ആകെ സംസാരിച്ചോ പറഞ്ഞ അത്രേ ഉള്ളൂ, പെയിന്റ് അടിക്കുന്ന ആ ഒരു കേസ് ഒരു വാള് മാത്രം അടിച്ചാൽ മതി. പക്ഷെ ഈ എഗ്രിമെന്റ് അങ്ങനെ എഴുതി വെച്ചു, അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് ഫ്രീ കൺസെന്റ് മേടിച്ചെടുത്ത് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടില്ല. അപ്പം ഇത് 5 എസെൻഷ്യൽസ് ആണ് പറയുന്നത്. ഇത് കൂടാതെ വേറെ 5 എണ്ണം ഉണ്ട്. ഇത് ബേസിക്കലി 5 എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് ഒരു എഗ്രിമെന്റ് ഉണ്ടാകാം, പിന്നെ ഉദ്ദേശിക്കുന്ന സംഭവം സെയിം ആയിരിക്കണം, അവിടെ കൺഫ്യൂഷൻ വരാൻ പാടില്ല. മൂന്നാമത്തേത് ലോഫുൾ കൺസിഡറേഷൻ, അതായത്
ഞാനൊരു കാര്യം ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതേപോലെ ഒപ്പോസിഷൻ സൈഡിൽ നിന്ന് തിരിച്ചൊരു കൺസിഡറേഷൻ കിട്ടണം. നാലാമത്തെ കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്. ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള കപ്പാസിറ്റീസ് രണ്ട് പാർട്ടിക്കും ഉണ്ടാകും. അവരുടെ മെന്റൽ ഹെൽത്ത്, മെച്യൂരിറ്റി ഇതെല്ലാം അതിൽ വരും. അഞ്ചാമത്തെ ഫ്രീ കൺസെന്റ്. രണ്ടുപേരും സ്വയം താല്പര്യത്തോടെ ആയിരിക്കണം കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത്. താങ്ക് യു.